രാഷ്ട്രപതിയോടും അരിശമോ ചർച്ച തുടരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതു തന്നെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് സംസ്ഥാനം ആരോപിക്കുന്നത്. അതോടൊപ്പം ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നും പറയുന്നു. ഹർജിയിലെ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് അകാരണമായി കാരണം ബോധിപ്പിക്കാതെയുള്ള കാലതാമസം ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള ആക്ഷേപവുമാണ്. അത്തരത്തിൽ തന്നെയാണോ ഇതിന്റെ നിയമവശവും? ഇത് പരിശോധിക്കേണ്ടത് രോഹിണി സുപ്രീം കോടതിയാണ്. ഇതെനിക്ക് തോന്നുന്നത് വലിയ ഒരു അതീവ നിർണായകമായ ഭരണഘടനാ പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന ഒരു വേർഡിക്റ്റായി വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് സുപ്രീം കോടതി ഏത് രീതിയിൽ അതിനെ കാണുമെന്ന് എനിക്ക് ഇപ്പോൾ തീരുമാനിക്കാനാവുന്നില്ല. അതായത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അതായത് അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് ഭേദഗതിക്ക് വിധേയമല്ല. പക്ഷെ എന്താണ് അടിസ്ഥാന സങ്കല്പം, ബേസിക് സ്ട്രക്ചർ എന്നത് കോടതി തെളിച്ചു പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നു ഫെഡറലിസം, അതായത് യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നത് ഒരു ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പൊതുവെ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതൊരു വിശ്വാസം മാത്രമാണ്. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന കാര്യമാണ്. പ്രിയമ്പിളിൽ കാണുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതുപോലെ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇതെല്ലാം ഫണ്ടമെന്റൽ ആണ്. ഇത് ഭേദഗതിക്ക് പോലും വിധേയമല്ല. ഇവിടുത്തെ നിർണായക ചോദ്യം, ഇവിടെ ഫെഡറലിസം, അതായത് കേന്ദ്രവും സംസ്ഥാനവും ഇത് തമ്മിൽ അധികാര വിഭജനവുമുള്ള ഒരു സംവിധാനമാണല്ലോ ഫെഡറേഷൻ. ഈ എത്രത്തോളം ഫെഡറൽ ആണ് ഇന്ത്യ, അതിൽ തന്നെ സംസ്ഥാന സർക്കാരുകളുടെയും സംസ്ഥാന നിയമസഭകളുടെയും ബില്ലുകൾ പാസ്സാക്കാനുള്ള അധികാരം പരമമാണോ, അതിന് എത്രത്തോളം ന്യായമായ നിയന്ത്രണങ്ങൾ വരാം, അതിന് എന്തെല്ലാം നിബന്ധനകളാണുള്ളത്, ഇതേക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഭരണഘടന നൽകുന്നില്ല. അതുകൊണ്ടാണ് ഇത് കോടതിയുടെ വ്യാഖ്യാനം എന്ന പഴുതുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിച്ചത് റിറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ 33 വർഷം സർവകലാശാല തലത്തിൽ രാഷ്ട്രമീമാംസ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് റിറ്റ് ജുറിസ്ഡിക്ഷൻ. ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ഹനിക്കപ്പെട്ടാൽ ആ മൗലിക അവകാശത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് റിട്ട്. അതനുസരിച്ച് 5 തരം റിട്ടുകൾ കോടതിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇതിൽ ഏത് റിട്ടാണ് ഇവിടെ റെലവെന്റ് ആവുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ഹനിക്കപ്പെട്ടോ? ഇത് ഒരു സംസ്ഥാനത്തിന്റെ ഫെഡറൽ അവകാശം അല്ലെങ്കിൽ ഒരു കോൺഫെഡറൽ ഒരു സംവിധാനമാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. അതുപോലെ ഫിസ്ക്കൽ ഫെഡറൽ സംവിധാനം, സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. സംസ്ഥാനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്വയം നിർണയ അവകാശമുള്ള ബോഡീസാണ്. യൂണിവേഴ്സിറ്റികളിൽ സ്വയം നിർണയപരമായ അവകാശമുള്ള സ്ഥിതിക്ക് അത് തീരുമാനിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് രോഹിണി? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വയം നിർണയ അവകാശം ഉണ്ട് എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട പരിഗണനകൾ നൽകാതെ, അതിന്റെ സീനിയോറിറ്റി ആകട്ടെ അല്ലെങ്കിൽ മെറിറ്റിന്റെ അഗാധ തലങ്ങളാകട്ടെ ഒന്നും പരിഗണിക്കാതെ ചില പ്രത്യേക താല്പര്യങ്ങളാൽ നേതാക്കന്മാരുടെ ഭാര്യമാരോ നേതാക്കന്മാരുടെ മക്കളോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ആളുകളെ പ്രത്യേക പരിഗണനയിൽ തിരികെ കയറ്റാൻ ഈ ഓട്ടോണമി, യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി ഉപയോഗിക്കുമ്പോൾ അതിന് തടയിടാൻ അരുത് കാട്ടാള എന്ന് പറയാൻ ഉള്ള ഭരണഘടനാ സംവിധാനമാണ് ചാൻസലർ. അപ്പൊ ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറാണ്. അത് കേന്ദ്രത്തിന്റെ കാര്യം, കേന്ദ്ര ഭരണഘടന അനുസൃതമായിട്ടാണോ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടപ്പാകുന്നത് എന്ന് പരിശോധിക്കാനായി കേന്ദ്രം സംസ്ഥാനത്ത് നിയമിച്ചിട്ടുള്ള ഉന്നത അധികാരിയാണല്ലോ സംസ്ഥാനത്തിന്റെ ഗവർണർ. ഈ ഗവർണർ തന്നെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ചാൻസലറായി വരുമ്പോൾ ഇവിടെ ന്യായം പാലിക്കുന്നുണ്ടോ, തത്വം പാലിക്കുന്നുണ്ടോ, തുല്യത പാലിക്കുന്നുണ്ടോ, ഭരണഘടനയുടെ അന്തസത്ത പാലിക്കുന്നുണ്ടോ എന്ന് ഇവിടെ സ്വയംഭരണ യൂണിവേഴ്സിറ്റികൾക്ക് ശ്രമിക്കാൻ, അത് പരിഗണിക്കാനാവാതെ വന്നാൽ കേന്ദ്രത്തിന്റെ ഏജന്റായ ഗവർണർക്ക് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനാവും. ഭരണഘടനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഗവർണർക്ക് അത് ചെയ്യാനാവും. ആ ഒരു കാര്യമാണ് ഈ കേസിൽ അന്തർലീനമായിരിക്കുന്നത്. തടയപ്പെട്ട കേസുകളിൽ പലതും ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം എന്ന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ല.
തന്നെ തന്നെ മാറ്റണം എന്ന് പറഞ്ഞ് നിയമസഭ പാസ്സാക്കുന്ന ബില്ല് താൻ തന്നെ ഒപ്പിടുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് അദ്ദേഹം അത് തടഞ്ഞു വെച്ചത്. അദ്ദേഹം അതിൽ തീരുമാനമെടുക്കാതിരുന്നത്. ഇപ്പൊ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം നിയമപരമായി വാലിഡ് ആണ്, 100% വാലിഡ് ആണ്. പ്രസിഡന്റിന് അത് ട്രാൻസ്ഫർ ചെയ്യാം. അത് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റ് തീരുമാനമെടുക്കട്ടെ. പ്രസിഡന്റ് തീരുമാനം എന്താ? അതിൽ ഒരു തീരുമാനമില്ല എന്നത് ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇല്ല എന്നതും ഒരു തീരുമാനമാണ്, നിഷേധിക്കുക എന്നതും ഒരു തീരുമാനമാണ്. അത് ഭരണഘടനയുടെ പ്രിൻസിപ്പിൾ അനുവദിച്ചു തന്നെയാണ്, അതനുസരിച്ച് തന്നെയാണ്. ഇവിടെ നിയമലംഘനം ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു ഔചിത്യം. ഇനി ചോദിക്കുന്നത്, അടുത്ത ചോദ്യം നിയമമല്ല, ഇത് ഔചിത്യത്തിന്റെ വിഷയമാണ്. സംസ്ഥാന തലത്തിൽ അത് ക്ഷീരസഹകരണ സംഘങ്ങളായിക്കൊള്ളട്ടെ, യൂണിവേഴ്സിറ്റികളായിക്കൊള്ളട്ടെ, ഇത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഭരണഘടനയുടെ ആകമാന അന്തസ്സത്ത പാലിക്കപ്പെടണം. അത് സത്യമാണ്. അത് പാലിക്കപ്പെടാൻ ഇവിടെ പറ്റുന്നില്ല എങ്കിൽ പലർക്കും ഇവിടെ കേരളത്തിൽ പലരും പരാതിക്കാരാണ്. ഈ പരാതി ആരോട് പറയും? ഓരോ കാര്യത്തിനും കോടതിയിൽ പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഇവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ ഗവർണർ ഇടപെടും. അങ്ങനെ ഗവർണർ എപ്പോഴെല്ലാം ഇടപെട്ടോ അപ്പോഴെല്ലാം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഗവർണർക്കെതിരെയുള്ള കയ്യാങ്കളിയായിട്ടും പോരാട്ടമായും ചില സംഘടനകൾ, ചില വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷിയും വിദ്യാർത്ഥി സംഘടനകളും ഒരു പോരാട്ടം, അത് തെരുവിൽ വരെ എത്തുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ശാശ്വതമായ അതിർവരമ്പുകൾ നിർണയിക്കപ്പെടുക. ലക്ഷ്മണ രേഖ ഉണ്ടെങ്കിൽ അത് നിർണയിക്കണം. ആത്യന്തികമായി നമ്മുടെ കോടതി സംവിധാനമാണ് അത് നിർണയിക്കേണ്ടത്. ഇതാണ് അതിന്റെ സത്യം. ഇവിടെ ജെ ആർ പത്മകുമാർ സാറ് സൂചിപ്പിച്ചു, ഇതൊരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഭരണഘടനാപരമായി. അങ്ങനെയല്ല ഞങ്ങളൊന്ന് പഠിച്ചിട്ടുള്ളൂ. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നത് പാർലമെന്ററി സിസ്റ്റത്തിൽ അത് തത്വത്തിൽ അംഗീകരിക്കപ്പെടുന്നുവെങ്കിലും പ്രവൃത്തിയിൽ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് ആണ്. ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളായ നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവ്, അവിടെയാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ വരുന്നത്, ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വരുന്നത്. 3 ജുഡീഷ്യറി, നീതിന്യായ സംവിധാനം, കോടതികൾ. ഈ 3ഉം പ്രത്യേക വാട്ടർടൈ പരസ്പരം ഇടപെടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലെ സംവിധാനത്തിന്റെ പേരാണല്ലോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ നിയമസഭ എന്ന പാർലമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആകുന്ന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയത്വമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പാർലമെന്ററി സിസ്റ്റം എന്ന് വിളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ഭരണകൂടം, ഒരു ഗവൺമെന്റ്, ഒരു പ്രധാനമന്ത്രി ഒക്കെ വന്നാൽ പാർലമെന്റിന്റെ ഹിതത്തെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ആ പ്രധാനമന്ത്രിയുടെ ഹിതമനുസരിച്ച് ഒരു പരിധിവരെ പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രസിഡന്റിനെ നമ്മൾ ഗ്ലിറ്ററിംഗ് ഗ്ലോറിഫൈഡ് റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഒപ്പിടുന്ന ചുമതല മാത്രമാണ് പ്രസിഡന്റിന്. തന്റെ ഔചിത്യബോധം ഉപയോഗിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അവകാശമില്ലാതെ പോകുന്നു. അതുകൊണ്ട് പ്രസിഡന്റിന് സമർപ്പിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നതിന് പരിഗണിക്കുന്ന സംഘടനാ സംവിധാനത്തെയും അല്ലെ പാർട്ടിയെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചായിരിക്കും രാഷ്ട്രപതി പെരുമാറുക. അത് സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്. അതുകൊണ്ടാണ് മറ്റൊരാരോപണം ഉയരുന്നത്, ലോകായുക്ത ബില്ലിൽ എടുത്ത തീരുമാനം. എന്തുകൊണ്ടാണ് ഈ 3 ബില്ലുകൾ താമസിപ്പിക്കുമ്പോഴും ലോകായുക്ത ബില്ലിൽ കൃത്യമായ നടപടി സ്വീകരിച്ചത്? അത് സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ കൃത്യമായ ഒരു ഉദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ മോഹൻ വർഗീസ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകതയെക്കുറിച്ച്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, മറ്റ് രാജ്യങ്ങളിലെല്ലാം പാർലമെൻറ്റിനാണ് പവർ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിനല്ല പവർ, ഭരണഘടനയ്ക്കാണ്. ഭരണഘടനയുടെ പാർലമെൻറ്റ് വിചാരിച്ചുകൊണ്ടൊരു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വ്യതിചലിക്കുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല. അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിലേക്ക് പോകും. അപ്പോൾ പാർലമെൻറ്റിനല്ല പവർ, ഭരണഘടനയ്ക്കാണ് എന്നുള്ളതാണ്. ആ ഭരണഘടനയാണ് ഇവിടെ ഈ 3 അവകാശങ്ങൾ ഗവർണർക്ക് കൊടുത്തിട്ടുള്ളതും പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളതും. അത് അല്ല ഭരണഘടനാ നിർമ്മാണ ചർച്ച നടത്താൻ സഭയിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കോടതി ഈ കേരള ഗവൺമെൻറ് പറയും പോലെ ഞങ്ങൾ നിയമസഭ പാസ്സാക്കി അങ്ങോട്ട് വിട്ടുതരും, അത് നിങ്ങളങ്ങോട്ട് ഒപ്പിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കണം എന്ന് പറയാമായിരുന്നു.
അപ്പോൾ ഭരണഘടനയിൽ തന്നെ 3 ഓപ്ഷൻ പറഞ്ഞിട്ട് ഭരണഘടനാപരമായിട്ട് ഇന്ന 3 അവകാശങ്ങൾ പറയുമ്പോൾ അതൊരു അവകാശം ഒരാൾ ചൂസ് ചെയ്താൽ അതെങ്ങനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഭരണഘടനയിൽ ഇപ്പം ഗവർണർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഗവർണർ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ സ്റ്റേറ്റിനും ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യണമെന്നാണ്. അത് ഭരണഘടനയുടെ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അത് വേണ്ട, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലപാടാണ് ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ എനിക്ക് ഞാൻ പറയുന്നത് അത് ഇരട്ടത്താപ്പാണ്. അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഭരണഘടന, അതല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കണം, പാർലമെൻറ്റ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഗവർണർ അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നൊരു കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 സഭകളും അംഗീകരിച്ചാൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല. ഇത് എന്ത് ജനാധിപത്യപരമാണ്? എന്ത് ഭരണഘടനയോടുള്ള സ്നേഹമാണ്? ഒരു വ്യക്തിക്ക് പറയാം ഞങ്ങൾക്കത് എതിർപ്പുണ്ട്, ഗവൺമെൻറ്റിന് പറയാം എതിർപ്പുണ്ട് എന്ന് പറയാം നിയമത്തെ, പക്ഷേ ഞങ്ങൾ ഒരു പാർലമെൻറ്റ് പാസ്സാക്കി യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അതാണ് അതിനെ ഭരണഘടനാപരമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ പ്രചരണം നടത്തുന്നതും കോടതിയിൽ പോകാനൊക്കെ ഇത് ഗവൺമെൻറ് ഇപ്പോൾ യൂണിയനെതിരായിട്ട് സ്റ്റേറ്റിന് കേസ് കൊടുക്കാം, അതിലൊന്നും ഞാൻ എതിരല്ല. പക്ഷേ പാസ്സാക്കിയൊരു നിയമം, ഇപ്പം നിയമസഭ പാസ്സാക്കിയൊരു വലിയ സാങ്ക്ടിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയതും അത് തന്നെ വേണമല്ലോ. പിന്നെ ഈ താങ്കൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ മോഹൻരാജ് സാർ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് പ്രസിഡന്റ് ഡിസ്ക്രിഷണറി പവർ എന്താണെന്ന് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അത് അന്തർലീനമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത് ബില്ലൊപ്പിടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ലോകായുക്ത നിയമം എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചുമതല ഗവൺമെൻറ് അല്ല, അത് പ്രസിഡന്റിനാണ്. അല്ലാതെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടിയിട്ട് ഇത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ പലരും പറഞ്ഞു, ഭയങ്കര ഫെഡറൽ സംവിധാനമല്ല, കേന്ദ്രമല്ല കൈയടക്കി വെച്ചിരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ്. ഇന്ന് കേന്ദ്രത്തിൻ്റെ കയ്യിൽ അധികാരം കൂടുതലുണ്ട് എങ്കിൽ അത് BJP ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം കയ്യിൽ അങ്ങ് താലത്തിൽ വെച്ച് കൊടുത്തതല്ല. 46 മുതൽ 1950 വരെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ ഭരണഘടന ഉണ്ടാകണം എന്ന് ചർച്ച ചെയ്ത സമയത്ത് ഭരണഘടനയുടെ നക്കലിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്ക് ധാരാളം അധികാരങ്ങൾ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് കൽക്കട്ട തിസീസിന്റെ പേരിൽ 1948 ഇന്ത്യയിലെ അന്നത്തെ നെഹ്റുവിന്റെ ശിശുപ്രായത്തിലായിരുന്ന നെഹ്റുവിന്റെ ഇടക്കാല ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സായുധ വിപ്ലവം ഇന്ത്യയിലെ പല ഭാഗത്തും നടത്തിയത്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കഴിയില്ല. അത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടലിന് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഇങ്ങനെയുള്ള ഇൻസർജൻസികളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സെൻട്രലിൽ കൂടുതൽ അധികാരം വേണം എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈ അന്നത്തെ ഈ കൽക്കത്ത സിസിന്റെ പേരിൽ കയ്യൂരിലും കരുവല്ലൂരിലും മറ്റേ തെലങ്കാനയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സമരങ്ങളാണ്, സായുധ വിപ്ലവങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന് അധികാരം കൂടുതൽ കൈയാളുന്നു എന്നുള്ള ആരോപണം ശരിയല്ല. ഞങ്ങൾ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ കൂടുതൽ അധികാരം NDA ഗവൺമെൻറ് വന്നതിന് ശേഷം കൂടുതൽ അധികാരം ഉണ്ടാക്കിയതല്ല. അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള ഒരു വെർഡിക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ കോമ്പൻസേഷനും കൂടി അടിച്ച് ഒരുപക്ഷെ സുപ്രീം കോടതി തള്ളാനാണ് സാധ്യത എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ FRBM ആക്ട് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് എത്രമാത്രം കടമെടുക്കാമെന്നുള്ളൊരു നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം റെസ്ട്രിക്ഷൻ ഉണ്ട്. ചില സമയത്ത് അതിലെ 3% എന്നുള്ളത് അത് 3.5 4 കൊടുത്തിട്ടുണ്ട്. അത് 0.5 വീണ്ടും 1% മൊത്തത്തിൽ 1% കൊടുത്തിട്ടുള്ളത് എന്തിനെന്ന് പറഞ്ഞാൽ കണ്ടീഷനിലായിരുന്നു. ഊർജ്ജ മേഖലയിൽ നിങ്ങൾ ചിലവാക്കണം, മറ്റ് ചില മേഖലകളിൽ ചിലവാക്കണം, അതിനുവേണ്ടി കടമെടുക്കണമെന്നാണ്. ഇപ്പം കടമെടുക്കാൻ ചോദിച്ചത് ഈ കടമെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് ഊർജ്ജ മേഖലയിലെ നിങ്ങൾ റിഫോംസിന് വേണ്ടിയിട്ട് കടമെടുത്ത് തീർക്കാനാണെങ്കിൽ തരാം. പക്ഷേ നേരത്തെ പോയത് അങ്ങനെയല്ല.
അങ്ങനെയല്ല. മാത്രമല്ല അടുത്ത വർഷത്തെ അഡ്വാൻസ്, അടുത്ത വർഷത്തെ കടമെടുപ്പിന്റെ പരിധി കണക്കാക്കിക്കൊണ്ടാണ് ഇപ്പം കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ. അത് സുപ്രീം കോടതി കേസ് വരുമ്പോൾ ഒരു സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി, നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്, അല്ലാതെ കയ്യിൽ വെച്ചിരുന്നത് ഇവർ ചോദിച്ചിട്ട് കൊടുക്കാത്തത് അല്ല. അങ്ങനെ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കിബി വഴി കടമെടുത്താൽ ഇത് അവസാനം ഇത് ആരാ കൊടുക്കേണ്ടത്? ഇനി 26 വരെ ഉണ്ട് നമുക്ക് ഈ എടുത്ത കടം തീർക്കാനുള്ള, നേരത്തെ ഗവൺമെന്റ് എടുത്ത കടങ്ങളൊക്കെ തീർക്കാനുള്ള ഇപ്പൊ പലിശകൾ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇതെങ്ങനെ ആരാ തീർക്കേണ്ടത്? UPA ഗവൺമെന്റ് കാലത്ത് തന്നെ ഞാൻ പറഞ്ഞ 26 വരെയുള്ള പലിശ കണക്കായി കൊടുക്കേണ്ട അവസ്ഥയിലാണ്. അപ്പൊ ഒരു സംസ്ഥാനം പരിധി വിട്ടു പോയാൽ ഈ ബാധ്യത ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം കടക്കണിയിലേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് ഗവൺമെന്റ് ഇടപെടും. അത് ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്, ഭരണഘടനാപരമായ ഡ്യൂട്ടിയാണ്. ഫിസിക്കൽ മാനേജ്മെന്റ് ഒരു സൂപ്പർവിഷൻ എന്നുള്ളത് ഏജൻസികളുണ്ട്. നമ്മുടെ AG നോക്കും, റിസർവ് ബാങ്ക് നോക്കും, ബാക്കി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കും. അത് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതല്ലാതെ നേരത്തെ കയ്യിൽ വച്ചിരുന്നു, ഇപ്പൊ തിരിച്ച് കോടതിയിൽ കേസ് കൊടുത്തോണ്ട് കൊടുക്കാന്നുള്ളതല്ല. കോടതി ഒരു വിധിയും പാസ്സാക്കിയില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വർഷം അഡ്വാൻസ് കടമെടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ പരിധി കുറച്ചുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കൊടുക്കൂ എന്നുള്ളൊരു സജഷൻ വന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വേണമെങ്കിൽ നമുക്കത് പരിഗണിക്കാം. ആ ഒരു കണ്ടീഷൻ അല്ല നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞത് ഒരു പഴയ ധനകാര്യ കമ്മീഷന്റെ കണക്കിൽ ഉണ്ടായ കടം ഇപ്പോഴും ധനകാര്യ കമ്മീഷന്റെ ഭാഗത്ത് കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ സാമ്പത്തികമായി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനങ്ങളുടെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ജനക്കും ഈ ഒരു സംസ്ഥാനത്തിന് വരുത്തണമെന്ന് ആഗ്രഹമില്ല. ഒരു സംസ്ഥാനത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷെ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായൊരു നിലപാടുണ്ടായിരുന്നു. ടീം ഇന്ത്യ എന്നുള്ളതായിരുന്നു NDA ഗവൺമെന്റിന്റെ കാരണം. ശക്തമായ കേന്ദ്രവും അതുപോലെ സംതൃപ്തമായ സംസ്ഥാനവും എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന് എല്ലാ സംസ്ഥാനവും ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിക്കുന്നില്ല. നേരത്തെ ഇവിടെയൊക്കെ ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടത്തി, പലരും നമ്മുടെ ധനകാര്യ മന്ത്രി വരെ പ്രചരണം നടത്തി. ഇവിടെ നിന്ന് 1 രൂപ ടാക്സ് പിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഇത്ര പൈസ കൊടുക്കും, കേരളത്തിൽ 24 പൈസ കൊടുക്കും, ഗുജറാത്തിൽ എത്ര കിട്ടും, മഹാരാഷ്ട്രയ്ക്ക് എത്ര കിട്ടും ചോദിച്ചപ്പോൾ മറുപടിയില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്തോടും വിവേചനമില്ല. എല്ലാവരും നമുക്ക് ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകൾക്കറിയാം, ടാക്സ് വിതരണം ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ല, ഫിനാൻഷ്യൽ ധനകാര്യ കമ്മീഷന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ്. ഒരു രീതിയിലുള്ള ഇടപെടലും കേന്ദ്ര ഗവൺമെന്റ് നടത്തില്ല. പിന്നെ ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനോടും ജനപ്രതിനിധികളോടൊക്കെ ചോദിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കേന്ദ്ര ഗവൺമെന്റിനോടും അഭിപ്രായം ചോദിക്കും, കേന്ദ്ര ഗവൺമെന്റും അഭിപ്രായം പറയും. ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ധനകാര്യ കമ്മീഷൻ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ബാധ്യത. അത് ഒരു തടസ്സവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതെ, ശ്രീ ജയരാജ്, ഇവിടെ ഈ ബില്ലുകളുടെ കാര്യം വരുമ്പോൾ നമുക്ക് അതിൻ്റെ നാൾവഴികളൊക്കെ അറിയാമെന്നുള്ളതാണ്. ഗവർണർ എപ്പോഴാണ് സർക്കാരിന് അനഭിമതനായത് എന്നുള്ളതും അറിയാം. സർവകലാശാലയിലെ അനധികൃത നിയമനങ്ങൾ ചോദ്യം ചെയ്തത് മുതൽക്കാണ് ഈ ഒരു സർക്കാർ ഗവർണർ പോര് തുടങ്ങുന്നത്. അതിനുശേഷമുള്ളതായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അവസാനം സുപ്രീം കോടതിയിലെ ഈ ഹർജി വരെ എത്തി നിൽക്കുന്നതിൽ കണ്ടത്. ഈ ബില്ലുകൾ ആദ്യം മുതൽക്കേ ഗവർണർ ചോദിക്കുന്നുണ്ടായിരുന്നു അതത് വകുപ്പുകളുടെ മന്ത്രിമാർ വിശദീകരണം നൽകുക എന്നുള്ളത്. പക്ഷേ അവിടെയൊന്നും അങ്ങനെ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നില്ല. പകരം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളൊക്കെ ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ, അതാണ് ഭരണഘടന അനുശാസിക്കുന്നത്, അങ്ങനെ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരുന്നാൽ മതി ഗവർണർ എന്നുള്ള ധാർഷ്ട്യ മനോഭാവമാണ് തുടർന്നത്. പക്ഷേ അദ്ദേഹം തുടർ നടപടികൾ സ്വീകരിച്ചു. നിയമപരമായി ഭരണഘടന അനുശാസിക്കുന്ന നടപടികൾ തന്നെ തീരുമാനിച്ചു. അതനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് വിട്ടതും. ഇപ്പോൾ രാഷ്ട്രപതി അകാരണമായി കാലതാമസം വരുത്തുന്നു എന്നുള്ളതാണല്ലോ ഹർജിയിലെ ആക്ഷേപം. എന്തായാലും കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിൽ ഉത്തമ ബോധ്യമുണ്ടാകുമോ? ഇവിടെ പലരും പറഞ്ഞതുപോലെ നിയമപരമായി സാധുതയില്ലാത്തതാണ് ഹർജിയിലെ ആക്ഷേപമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ആ തീരുമാനം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ? എന്തു തന്നെയായാലും സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ എനിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാർ പറഞ്ഞതുപോലെ ടീം ഇന്ത്യ എന്ന് പറയുന്ന ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനമാണ്. സംതൃപ്തമായ ഏത് സംസ്ഥാനങ്ങൾ? പ്രതിപക്ഷമല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം സംതൃപ്തിയാണുള്ളത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയെ, അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയും അപ്രഖ്യാപിത ഭരണ അസ്ഥിരതയും ഉണ്ടാക്കാൻ വേണ്ടി
കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനാണ് ചില പ്രത്യേക ആളുകളെ റിക്രൂട്ട് ചെയ്ത് ചില പ്രത്യേക കാര്യങ്ങൾ എൻഡോസ് ചെയ്ത്, അല്ലെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും നമ്മളുടെ അടുത്ത സംസ്ഥാനങ്ങളിലായിട്ടുള്ള തമിഴ്നാട്ടിലോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആരുടെയും കണ്ണിൽ പൊടിയുണ്ടെന്ന് ഇടാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം എങ്ങനെയാണ്, എന്തെല്ലാം ഓപ്ഷൻസാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്. പിന്നീട് ഈ ഒന്നും ചെയ്യാതിരുന്നാൽ മതി, ഇതൊക്കെ അങ്ങ് നടപ്പിലായിക്കോളും, അല്ലെങ്കിൽ 27-ാം തീയതി ഈ നിയമമൊക്കെ അങ്ങ് നടപ്പിൽ വരും, അപ്പോഴിങ്ങനെ പൊരുതി നേടി എന്നൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറയും. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാനാണോ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ പാർലമെൻറ്റ് നടക്കുമ്പോൾ അവിടുന്ന് സ്കൂട്ടായി കല്യാണങ്ങൾക്ക് പങ്കെടുക്കുകയും വേറെ എന്തെങ്കിലും പരിപാടികൾക്ക് പോവുകയോ യോജിച്ച പ്രഖ്യാപനം അല്ലെങ്കിൽ ഒപ്പിട്ടൊരു യോജിച്ച സമരത്തിന് വേണ്ടി മുന്നോട്ട് വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനകത്ത് പറയുന്നത്, നമ്മളീ പറയുന്ന ചിലർക്കൊരു മനോഭാവം ഉണ്ടല്ലോ, മകൻ ചത്താലും വേണ്ടില്ല മരുമകൾ സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇതിനകത്തുള്ള ബേസ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടില്ല, ഇവിടുത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങാനും വേണ്ടില്ല, ഇവിടുത്തെ ഭരണത്തിന് ആളുകൾ പരമാവധി ഇവിടുത്തെ ഭരണത്തിനെതിരെ സംസാരിക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അത് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സംസ്ഥാനത്തിലെ പല ആവശ്യങ്ങളിലും ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളിൽ യോജിച്ച് പ്രക്ഷോഭം വേണ്ടുന്ന സ്ഥലത്ത് യോജിച്ചു പോലും വരാത്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഓരോരോ എന്തെല്ലാം പദ്ധതികളാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ കാര്യത്തിന് അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്നത് ഇൻ്റർഫിയറൻസ് ഉണ്ടാവുകയും അതിനെയൊക്കെ പൊളിക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ കിഫ്ബി വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. കിഫ്ബി മൂലം ഡെവലപ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്ക് കിഫ്ബി കടപരിധിയിൽ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിനെ ശ്വാസം മുട്ടിക്കുന്നതെന്ന്, എങ്ങനെയാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ തടയാൻ ശ്രമിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കെല്ലാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ നവകേരളയിലും മുഖാമുഖത്തിലുമൊക്കെ കോടികൾ ചിലവഴിച്ചതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷനിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലും മാത്രമായി ഒതുങ്ങുകയാണ്. അല്ലാതെ നവകേരളത്തിലും കേരളീയത്തിനും ഇപ്പോൾ ഇതാ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക കേരള സഭയ്ക്ക് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു ഞെരുക്കവുമില്ല. അതിനൊക്കെ കോടികൾ കൃത്യമായി തന്നെ ഉണ്ട്. ഈ കോടികൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന കണക്കുള്ള സെക്രട്ടേറിയറ്റിൽ 2 ഓട് മാറ്റിയാലോ, അല്ലെങ്കിൽ 2 മന്ത്രിമന്ദിരം മോടിപ്പിച്ചാലോ, അല്ലെങ്കിൽ ഒരു അധികം ഒരു സെക്യൂരിറ്റി വാഹനം മേടിച്ചാലോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഒത്തു കാണുന്നത്, അല്ലെങ്കിൽ ഈ നവകേരള സദസ്സിന് വേണ്ടി ചെലവാക്കിയ പൈസ ഇത് ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും എടുത്ത് ചെലവാക്കിയ പൈസ ഒന്നുമല്ലല്ലോ കൂടുതലും. അതുപോലെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ധാരാളം സമയം വേണ്ടി വരും. ശ്രീ ജയരാജ്, ഈ സ്പോൺസർഷിപ്പ് ഒക്കെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് വലിയ ആരോപണങ്ങൾ തന്നെയാണ്. കാരണം ടാക്സിൽ നിന്ന് രക്ഷ നേടുന്ന വലിയ മുതലാളിമാരാണ് ഇത് അതാത് മണ്ഡലങ്ങളിലെ സ്പോൺസർഷിപ്പ് നടത്തിയത് എന്നൊക്കെ ഉള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. ഈ ഖജനാവിൽ നിന്നല്ല കോടികൾ ചിലവഴിച്ചത് എന്ന് പറയുന്നു. പക്ഷേ 100 കോടിക്ക് മുകളിലാണ് നവകേരള ഉൾപ്പെടെയുള്ള സഭകൾക്ക് വേണ്ടി ചിലവഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഫണ്ട് റൈസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നത് വ്യക്തികളിൽ നിന്നാണെങ്കിൽ അതിന്റെ സ്രോതസ്സല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ബോധപൂർവം അതങ്ങ് മറച്ചു വെക്കുന്നു. ഈ കോടികളുടെ കണക്കെന്ന് താങ്കൾ പറയുന്നു. കോടികളുടെ കണക്ക് ചോദിക്കുമ്പോൾ അത് വളരെ വിദഗ്ധമായി അങ്ങ് മാറ്റിവെക്കുകയാണ് സംസ്ഥാന സർക്കാർ. ബോധപൂർവം മാറ്റുന്നതിനാണ്. കാരണം എവിടെയാണ് അതിന്റെ സ്രോതസ് കാണിക്കുന്നത് ശ്രീ ജയരാജ്? എവിടെയാണ് സ്രോതസ്? ഒരു സ്രോതസ്സുമില്ല. ആരാണ് ഈ സ്പോൺസർഷിപ്പ് നടത്തുന്നത്? സ്രോതസ് ഇല്ല. കുൽസിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര് കുൽസിത ശ്രമങ്ങൾ നടത്തുന്നു? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകണം. ശരി, താങ്കളിലേക്ക് എത്താം. രാഷ്ട്രപതിയോടും അരിശമോ? ചർച്ച തുടരുകയാണ്. നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് കെ രാംകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ രാംകുമാർ. ഇവിടെ രാഷ്ട്രീയമായ വിശകലനങ്ങളായിരുന്നു ചർച്ചയുടെ ഭൂരിഭാഗം സമയത്തും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഹർജിയിലെ പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരത്തിൽ ബില്ലുകൾ അകാരണമായി തടഞ്ഞുവെക്കുന്നത് എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. അങ്ങനെയാണോ നിയമവശവും അനുശാസിക്കുന്നത്? ഇത് ജനങ്ങളുടെ പണം ചെലവാക്കി അനാവശ്യമായ ദുർവ്യവഹാരത്തിൽ ഏർപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ നടപടിയാണ്. അവർക്കറിയാം
ഭരണഘടനയിലെ 361 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് ഒരു കോടതിയിലും ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. പ്രസിഡന്റിന് മാത്രമല്ല അവരുടെ ഓഫീസിനും ആ സംരക്ഷണം നൽകുന്നുണ്ട്. ഇപ്പോൾ വളരെ വിദഗ്ധമായി പ്രസിഡന്റിനെ കക്ഷി ചേർക്കാതെ പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയെ കക്ഷി ചേർത്തു. പ്രസിഡന്റിൻ്റെ സെക്രട്ടറിക്കെതിരായും റിറ്റ് ഹർജി നിലനിൽക്കില്ല. ഭരണഘടനയുടെ പരിപൂർണമായ സംരക്ഷണം അവരുടെ പ്രവൃത്തികൾക്കുണ്ട്. പ്രസിഡന്റ് ദുരുദ്ദേശപരമായോ അല്ലെങ്കിൽ മറ്റ് ബാഹ്യപ്രേരണകൾക്ക് വഴങ്ങിയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ മാത്രമേ കോടതികൾക്ക് അത് പരിശോധിക്കാൻ പാടുള്ളൂ എന്ന് നിരവധി സുപ്രീം കോടതി വിധികളിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റിന് വിടുന്ന ബില്ല് അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഒപ്പുവെക്കണം എന്നൊരു നിയമം എവിടെയും പറയുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. മാത്രമല്ല പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം പരിപൂർണമായും ഉപയോഗിക്കാൻ ഉപയുക്തമായൊരു വകുപ്പാണ് 200-ാം അനുച്ഛേദം. അത് സുപ്രീം കോടതിയുടെ വിവക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ ഹെഡ്ഷിഫ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഒരു കാരണവശാലും രാഷ്ട്രപതിക്ക് കോടതികളിൽ ഉത്തരം നൽകേണ്ടതില്ല. ഈ നിയമവ്യവസ്ഥ അറിയാഞ്ഞിട്ടല്ല കേരള സർക്കാർ ഈ വ്യവഹാരത്തിൽ പുറപ്പെട്ടത്. തികച്ചും രാഷ്ട്രീയമായ സങ്കുചിതമായ ലക്ഷ്യം വെച്ച് കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഏതാണ്ട് 1 കോടിയോളം രൂപ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് ഫീസ് കൊടുത്ത് ചെലവാക്കാനുള്ള ധിക്കാരം കാണിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം അവർക്കറിയാം പ്രസിഡന്റ് ഒരു ബില്ലിൽ ഒപ്പുവെക്കാൻ നിർബന്ധിക്കാൻ കോടതികൾക്ക് അധികാരമില്ല. കാലപരിധി നിശ്ചയിക്കാത്തതുകൊണ്ട് പ്രസിഡന്റ് ഇന്ന സമയത്തിന് ഒപ്പിടണം എന്ന് പറയാനും അവകാശമില്ല. ഇതിനു മുമ്പ് പലപ്പോഴും ഒപ്പിടാതിരുന്നിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി ഒരു ചൂലി തന്നാൽ ഞാൻ അടിച്ചു വാരും എന്ന് പറഞ്ഞിട്ട് സെയിൽ സിംഗ് പ്രസിഡന്റായ അവസരത്തിൽ ഒരു സങ്കോചമില്ലാതെ പോസ്റ്റ് ഓഫീസ് ബില്ല് അവർ അദ്ദേഹം തടഞ്ഞു വെച്ചല്ലോ. വളരെ വളരെ പിന്നോക്ക വിഭാഗത്തുനിന്ന് പെടുന്ന രാഷ്ട്രപതിയാണെങ്കിലും രാഷ്ട്രപതി എന്ന നിലയ്ക്ക് വളരെ സുദീർഘമായ നടപടിക്രമം പാലിച്ചൊരു മഹൽ വ്യക്തിയാണ് ജിയാനി സെയിൽ സിംഗ്. വളരെ താണ നിലയിൽ നിന്ന് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആളാണ്. പക്ഷേ സധൈര്യം തൻ്റെ ചുമതല നിർവഹിക്കുന്നതിനും ഭരണഘടനയുടെ 4 അതിരിൽ നിന്നുകൊണ്ടും പോസ്റ്റ് ഓഫീസ് ബില്ല് രാജീവ് ഗാന്ധി നിർമ്മിച്ചത് മടക്കി വെച്ചല്ലോ. അന്നൊന്നും ആരും പരാതി പറഞ്ഞില്ലല്ലോ രാഷ്ട്രപതി പദവി. ഇത് മറ്റൊരു മാർഗവുമില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഭരണഘടന പരിപൂർണമായി ഉല്ലംഘിച്ചുകൊണ്ട് പൊതുജനത്തിൻ്റെ പണം ദുർവ്യയം ചെയ്തുകൊണ്ടൊരു ദുർവ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. നിർഭാഗ്യവശാൽ ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാതെ പോയി. ഇതൊന്നും തുറന്നു കാണിക്കാനുള്ള ചങ്കൂറ്റമോ വിജ്ഞാനമോ നമ്മുടെ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പോ അവർ കാണിക്കുന്നില്ല. ദുഃഖം. വാസ്തവത്തിൽ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഈ നിലനിൽക്കാത്ത വ്യവഹാരത്തിൻ്റെ. അതിൻ്റെ പരിണിത ഫലം കാണാൻ പോകുന്നുള്ളൂ. എൻ്റെ മനസ്സിൽ ഒരു സംശയവുമില്ല. ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ അനുസരിച്ച് ഈ ഹർജി ഒരിക്കലും നിൽക്കത്തക്കതല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനകൾ ഉണ്ടാവണം. അതുണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. അപ്പം ചുരുക്കത്തിൽ രാഷ്ട്രീയമായ സങ്കുചിതമായ നിസ്സാര നേട്ടങ്ങൾക്ക് വേണ്ടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പൈസ അനാവശ്യമായി ചെലവ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിലൊരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള തികച്ചും ഭരണഘടനാപരമായി നിലനിൽക്കത്തക്കതല്ല ഈ ഹർജി എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ രാഷ്ട്രപതിക്ക് ദുരുദ്ദേശം ആരോപിക്കാനുള്ള ഒരു സംവിധാനം സാഹചര്യമില്ല. കാരണം കേരളത്തിലൊരു ബില്ല് പിടിച്ചു വെച്ചുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമുള്ളത്? അതുകൊണ്ട് അവർ ദുരുദ്ദേശപരമായി പ്രവർത്തിക്കുന്നു എന്ന പരിമിതമായ വാദഗതി പോലും നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടില്ല. ചുരുക്കത്തിൽ തികച്ചും അനാവശ്യവും
ദുരുപശിഷ്ടതവും അനാവശ്യ ചെലവുകൾ വരുത്തി വയ്ക്കുന്നതും നിലനിൽക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ളൊരു വ്യവഹാരത്തിൽ നമ്മുടെ സംസ്ഥാനം ഏർപ്പെടുന്നത് അത്യന്തം ദുഃഖമരമാണ്. ഇത് തുറന്നു കാണിക്കാനുള്ള ശക്തമായ സക്രിയമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവം കൊണ്ടാണ് സർക്കാരിന് ഇതിനുള്ള ധൈര്യം വന്നിട്ടുള്ളത്. ഒറ്റ പ്രതിപക്ഷ കക്ഷി പോലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ആ സ്ഥിതിവിശേഷത്തിൽ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ പരിസ്ഥിതികൾ മനസ്സിലാക്കി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ശ്രീ രാംകുമാർ, സ്വാഭാവികമായും ഇത് ഇത്തരമൊരു നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ നിയമ ഉപദേശം കൂടി തേടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമോപദേശം തേടിയിരിക്കാം. അപ്പോൾ തന്നെ നിയമവിദഗ്ധർ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകും. ഇത് യാതൊരു രീതിയിലും ഈ ഹർജി നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല, തള്ളിപ്പോകാനുള്ള ഒരു നിയമവശമുണ്ട് എന്നുള്ളത്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഹർജിയിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയമായ ഒരു നാടകം കളിച്ചേക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങളിങ്ങനെ നിരന്തരം പോരാടുകയാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ളൊരു രാഷ്ട്രീയ നാടകം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് CIA പൗരത്വ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ളു. പൗരത്വ നിയമത്തിന് സംസ്ഥാനത്തിന് എന്ത് പങ്കാണുള്ളത്? പൗരത്വ നിയമം നമ്മുടെ ഭരണഘടനയിലെ 8ഉം 11ഉം അനുച്ഛേദങ്ങൾ അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അത് ഞങ്ങൾ നടപ്പാക്കില്ല. ഇൻകം ടാക്സ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് വീരവാദം പറഞ്ഞാൽ പുച്ഛിച്ചിരിക്കാനല്ലാണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് കേന്ദ്ര നിയമമാണ്. ഞങ്ങൾ കേരളത്തിൽ ഇൻകം ടാക്സ് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി വീരവാദം പറഞ്ഞാൽ അദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടാണെന്ന് ശ്രീ പിണറായി വിജയനെ പോലെ ഉന്നത നേതൃപാഠമുള്ള ഒരാളെക്കുറിച്ച് ആരും ആക്ഷേപം പറയില്ല. അപ്പം സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ രാഷ്ട്രപതിക്കെതിരായി ഹർജി കൊടുത്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും പരാജയം നിന്നും മൂടി വയ്ക്കാനും മാത്രമല്ല നിലനിൽപ്പിനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നത്. അഖിലേന്ത്യാ അംഗീകാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. കേരളത്തിൻ്റെ കടലോരത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഔദാര്യത്തിൽ അത് തിരിച്ചു പിടിക്കാനുള്ള മരണപരാക്രമത്തിലാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി സങ്കുചിതമായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഫലമാണ് ഈ അനാവശ്യ വ്യവഹാരം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇത് നിയമപ്രശ്നമല്ല, രാഷ്ട്രീയ പരീക്ഷണമാണ്. രാഷ്ട്രീയ അഡ്വഞ്ചറിസം എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കലാണ്. നിയമപ്രകാരം നിൽക്കില്ല എന്ന ഉപദേശം തീർച്ചയായും സുപ്രീം കോടതി വക്കീൽമാർ കേരള ഗവൺമെൻറ്റിന് കൊടുത്തു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും സംസ്ഥാന ജനങ്ങളുടെ ചെലവിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നീചവും അങ്ങേയറ്റത്തെ ആക്ഷേപകരമായൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വ്യവഹാരം. ഇതുകൊണ്ട് ഒരു നേട്ടവും സംസ്ഥാനത്തും ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് കോട്ടവും നഷ്ടങ്ങളും ധാരാളം ഉണ്ടാകാനും പോകുന്നുണ്ട്. അതെ, ശ്രീ റോണി കെ ബേബി, ഇവിടെ രാഷ്ട്രീയ നാടകം തന്നെയാണ് പിണറായി സർക്കാർ കളിക്കുന്നത്. ഖജനാവിൽ നിന്ന് പൊതുപണം ഉപയോഗിച്ച് ഇങ്ങനെ അവർക്ക് ഏതു രീതിയിൽ വേണമെങ്കിലും മുന്നോട്ട് പോകാം. പക്ഷേ അവിടെ ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമില്ല എന്നാണ്. ചില പ്രസ്താവനകളിലൂടെ മാത്രമായി ഇപ്പോൾ കോൺഗ്രസ് ഒതുങ്ങുകയാണ്. എന്തുകൊണ്ട് നിശിതം വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറുന്നില്ല? മുൻകാല പല കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അതാണല്ലോ കാണുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ വളരെ പ്രസക്തമായി തന്നെ അക്കാര്യം പറഞ്ഞു. നമുക്കൊക്കെ അറിയാം, പഴയ കാലത്തൊക്കെ കടം കയറി തറവാട് മുടിയുമ്പോഴും കേസുകൾ നടത്തി ആത്മരതിയിൽ നിർവൃതി അടയുന്ന കുറെ തറവാട് കാരണവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യം തന്നെ ഇപ്പം കേരളത്തിൽ വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇത്രയും ഭീകരമായ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നിൽക്കട്ടെ, അപ്പോഴാണ് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഈ സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തി ഒരു രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും പ്രിയപ്പെട്ട ശ്രീ പത്മകുമാർ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അത് ഞാൻ ചോദിച്ച ചോദ്യം മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പല പ്രസക്തമായ ചോദ്യങ്ങളാണ്. അത് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം വളരെ വ്യാപകമായി വളരെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് ഇവിടെ
പകുതി ഒപ്പുവെച്ചതും ഒപ്പുവെക്കാതിരിക്കുന്നതും ഒപ്പുവെക്കാൻ പോകുന്നതുമായ പല നിയമനിർമ്മാണങ്ങൾ, അതിനകത്തൊക്കെ വളരെ കൃത്യമായ എതിർപ്പ് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം പോരാടിയിട്ടുണ്ട്. ജനങ്ങളുടെ സമക്ഷം അവിടെ എത്തിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യം, ഇവിടെ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട വിവാദമായ ഒരു നിയമമായിരുന്നു ഈ പറയുന്ന ലോകായുക്ത ഭേദഗതി നിയമം. ഇതില് പ്രിയപ്പെട്ട ശ്രീ പത്മകുമാർ പറയുന്നത് രാഷ്ട്രപതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഏത് ബില്ലിൽ ഒപ്പുവെക്കണം, ഏത് ബില്ലിൽ ഒപ്പുവെക്കേണ്ട. അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഒരു ഡിസ്ക്രിപ്ഷണറി പവറൊന്നും ഇല്ല. അങ്ങനെയല്ല. ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ ബില്ലിൽ ഒപ്പുവെക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ്ഡ് അതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രസിഡന്റ് ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കുകയോ ചെയ്താൽ അത് കേന്ദ്ര മന്ത്രിസഭയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സാങ്കേതിക പദം അവിടെ മാറി നിൽക്കട്ടെ. ഭരണഘടന ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ്. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുഴുവൻ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ കൃത്യമായി തന്നെ ഈ പറയുന്ന ലോകായുക്ത നിയമ ഭേദഗതിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ തീരുമാനം തന്നെയാണ്. അല്ലാതെ പ്രസിഡന്റിന് ഒരു വെളുപ്പാങ്കാലത്ത് ബോധോദയം ഉണ്ടായി എന്നാൽ ശരി ഈ ബില്ലിൽ ഒപ്പിട്ടേക്കാം എന്ന് പറഞ്ഞ് ഒപ്പിട്ടതല്ല. ഞാൻ അതാണ് അവർ കുറ്റപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച സാങ്കേതികമായ വാക്കിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന വാക്കിൽ ഒരു അവ്യക്തത ഉണ്ടായിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദിച്ച ചോദ്യം പ്രതിപക്ഷം നിഷ്ക്രിയമാണോ? ഞാൻ ഏത് വിഷയത്തിലാണ് പ്രതിപക്ഷം നിഷ്ക്രിയം? ഞങ്ങൾക്ക് ഇതുപോലത്തെ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ നിലപാട് ഓരോ വിഷയത്തിലും വളരെ വ്യക്തമാണ്. ഞങ്ങൾ BJP ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ അതിനെ ഏതറ്റം വരെ പോയി ഞങ്ങൾ എതിർക്കും. അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾക്ക് ഒറ്റ പോളിസിയുള്ളൂ. ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്രയോ കേസുകളിൽ പ്രതിയാണ്. ഇവിടെ നിൽക്കട്ടെ, BJP ഈ പറയുന്ന CPM-ന്റെ ഒറ്റ നേതാവെങ്കിലും ഇവിടെ കാശ്മീർ മുതൽ കന്യാകുമാരി എടുക്കുക ഈ BJP RSS കൊടുത്ത് ഏതെങ്കിലും ഒരു കേസ് പ്രതിയാണോ? പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കെതിരെ, CPM-ന്റെ നേതാക്കൾക്കെതിരെ ഒരൊറ്റ കേസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP-യോ അല്ലെ BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഏത് വിഷയത്തിലാണ് പ്രതിപക്ഷം നിഷ്ക്രിയം ഒക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് കോൺഗ്രസ് ഒന്നുമല്ല, കോൺഗ്രസ് ചിത്രത്തിലല്ല, ഏത് വിഷയത്തിൽ ഇപ്പം പറയുന്നത് ഇലക്ട്രൽ ബോണ്ട്. ഇവിടെ എനിക്ക് CPM-ന്റെ ബഹുമാനം എന്റെ സുഹൃത്ത് ഡോക്ടർ ജയരാജ് പറഞ്ഞു, ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നമ്മൾ പല ആരോപണങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആദ്യം പണം കൈപ്പറ്റിയത് ദേശാഭിമാനി ദിനപത്രമാണെന്ന് പറയേണ്ടി വരും. EP ജയരാജന്റെ കാലഘട്ടത്തിൽ ഇന്ന് 50 ലക്ഷം രൂപയുടെ 4 ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും CPM-ന് വേണ്ടി അന്ന് ദേശാഭിമാനി പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് EP ജയരാജൻ മേടിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, 2006 മുതൽ 2011 വരെ കേരളം VS അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുമ്പോൾ അന്യ സംസ്ഥാന ലോട്ടറികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുമ്പോഴാണ് വളരെ കൃത്യമായി തന്നെ ഈ പറയുന്ന ദേശാഭിമാനി പത്രത്തിലേക്ക് 4 ബോണ്ടുകളായി സാന്റിയാഗോ മാർട്ടിൻ എത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് അന്യ സംസ്ഥാന ലോട്ടറികൾക്കെതിരെയുള്ള കേസ് CBI അന്വേഷിക്കുകയും 20 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 2016 അന്ന് കേരള ഹൈക്കോടതിയിൽ അന്ന് സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരായത് പിണറായി വിജയന്റെ മാനസപുത്രനായ മുൻ അഡ്വക്കേറ്റ് ജനറലായ ദാമോദരൻ വക്കീലാണ്, കേരളത്തിന്റെ AG ആയിരുന്ന. ആ 20 കേസുകളിലും CBI തോറ്റു. സാന്റിയാഗോ മാർട്ടിനെതിരെയുള്ള കേസുകൾ മുഴുവൻ എഴുതി തള്ളി അന്ന് ഈ കേരള ഹൈക്കോടതി. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് ആവശ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ഹർജി നൽകിയ 3 പേരിൽ ഒരാള് കോൺഗ്രസിന്റെ നേതാവാണ്, മധ്യപ്രദേശിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ആ കേസിലെ കക്ഷിയെ ഭരിക്കുന്നത്. ഇനി പൗരത്വ ഭേദഗതി നിയമം എടുക്കുക, ആ നിയമത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വന്നപ്പോൾ ചട്ടങ്ങൾക്കെതിരെയും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ ഹർജിയുണ്ട്. അപ്പൊ ഏത് വിഷയത്തിലാണ് പിന്നെ കോൺഗ്രസും പ്രതിപക്ഷവും ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഈ സർവകലാശാല ഭേദഗതി നിയമം ഇതിനകത്ത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ നിയമസഭയിൽ ഞങ്ങൾ അതിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി എതിർത്ത് വോട്ട് ചെയ്തു. ഞങ്ങൾ ആ ബില്ലിനെ നിശ്ചിതമായി ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും എതിർത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ഗവർണർക്കെതിരെ സഫൈക്കാരെ വിട്ടുകൊണ്ടുള്ള സമരം ചെയ്യുന്ന അങ്ങനത്തെ നാടകങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ എന്താണോ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായി സ്ട്രെയിറ്റ് ഫോർവേഡായി, അല്ലാതെ ഈ പറയുന്ന നാടകങ്ങൾ കളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരും. ഇത്ര ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം പോകുമ്പോൾ
എത്രയോ കേസുകളിലൂടെ എത്ര കോടിക്കണക്കിന് രൂപയാ ഇവിടെ നമ്മൾ കണ്ടു. ഈ പറയുന്ന കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് മാസപ്രതിവാദവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരും അഭിഭാഷകർ 1.5 കോടി രൂപയാ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC. ആരുടെ പണമാ? നമ്മുടെ പണം. ഇതുപോലെ തന്നെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കാര്യം അതിന്റെ അനീതി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കൊല ചെയ്യപ്പെട്ട ആൾക്കോ അയാളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കേണ്ടത് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാ. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റാ. പക്ഷേ ആ കൊലയാളികളെ രക്ഷിക്കാൻ പോലും സംസ്ഥാന സർക്കാർ അങ്ങ് മുകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ ഹാജരാക്കി കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം. അതിനുവേണ്ടി എത്ര കോടിക്കണക്കിന് രൂപ ഇവിടെ മാറ്റി. നല്ല വിഷയം. ഇവിടെ പറഞ്ഞ സ്പോൺസർഷിപ്പിലൂടെയാണ് നവകേരള യാത്ര. ഞാൻ ഒറ്റ കാര്യം CPM നേതാവിനോട് ചോദിക്കട്ടെ. 33 ലക്ഷം രൂപയാ മുഖ്യമന്ത്രിയും മന്ത്രിമാരും PADA ആയിട്ട് എഴുതിയെടുത്തത്. പാർട്ടി സ്പോൺസർ. നിങ്ങൾ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് പാർട്ടി സ്പോൺസർഡ് പരിപാടി, പാർട്ടി പ്രൊമോഷൻ പരിപാടി, CPM പ്രൊമോഷൻ പരിപാടി. മുഖ്യമന്ത്രി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ വന്ന് പ്രതിപക്ഷത്തെ ചീത്ത വിളിക്കുന്നത് രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്ന പരിപാടി. അതിനുവേണ്ടി 33 ലക്ഷം രൂപ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് TADA ആയി എഴുതിയെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അതിന്റെ അകത്തേലും നിങ്ങൾക്ക് മാതൃക കാണിക്കാൻ വരും. ഈ 33 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ട. അത്യാഡംബര വാഹനത്തിൽ യാത്ര ചെയ്ത് സർക്കാരിന്റെ ചെലവിൽ മുഴുവൻ താമസവും സുഖലോലുപതിയും ഭക്ഷണവും. ഒരു മന്ത്രിയോട് ചോദിച്ചു നവകേരള സദസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അതേ പറഞ്ഞു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നത് കിട്ടിയത്. മന്ത്രിമാർ യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയാ? വയറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ. എന്നിട്ട്